പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് സുജിത് ചന്ദ്രനാണ്. സുജിത്, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് ഇന്നത്തെ പത്രവാർത്തകൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഇന്നലത്തെ നയപ്രഖ്യാപന പ്രസംഗം പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. അത് നയരാഹിത്യമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മുഖ്യധാരാ പത്രങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുഖപത്രങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ നയപ്രഖ്യാപനത്തെ കൈകാര്യം ചെയ്തതെന്നാണ് ഇന്നത്തെ പ്രധാന പത്രത്തിലെ കൗതുകം. ഒപ്പം ED റെയ്ഡിൻ്റെ തുടർപ്പെയ്ത്തുകളും. നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ നയം പ്ലസ് അധികം മാറ്റം എന്നാണ് അവരുടെ പ്രധാന തലക്കെട്ട്. പുതിയുഗ കേരളം എന്നത് നയത്തിലേക്ക് ചൂണ്ടുന്നു. ആർത്താവധി ആണ് ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ഒരുപക്ഷെ ചരിത്ര പ്രഖ്യാപനമൊന്നും എല്ലാവരും കൈയടിച്ച ഒരു പ്രഖ്യാപനം. അതിൽ മാറ്റം എന്നതിലേക്ക് അതും ചൂണ്ടുന്നു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസം 3 ദിവസം വരെ ആർത്താവധി കൊടുക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു എന്നുള്ളതാണ്. ഒപ്പം പിണറായി സർക്കാരിൻ്റെ നവകേരളത്തിന് പകരം പുതിയുഗ കേരളം, ആദ്യം മുതലേ അങ്ങനെയായിരുന്നല്ലോ പുതിയുഗ യാത്ര. ഈ നവകേരളം എന്ന വാക്ക് ഒരു ഇടതുപക്ഷ ടെർമിനോളജി പോലെ രൂപപ്പെടുകയും അതിന് പകരം UDF കണ്ടെത്തുകയും ചെയ്ത ഒരു പ്രയോഗമാണ് പുതിയുഗം. അപ്പോൾ ഇനി നവകേരളമല്ല പുതിയുഗം, അങ്ങനെയാണ്. ഒപ്പം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ നേരത്തെ പറഞ്ഞ പദ്ധതികളൊക്കെ തന്നെ, അതായത് പ്രകടന പത്രികയിലെ മിക്ക പദ്ധതികളും നയപ്രഖ്യാപനത്തിലും ആവർത്തിക്കപ്പെടുകയുണ്ടായി. ഒപ്പം 3 സ്വപ്ന പദ്ധതികൾ, തീരദേശത്ത് 6016 കിലോമീറ്റർ നീളമുള്ള തീരദേശം, അതായത് ഈ നദീജല കായൽ സംയോജന പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം തോറും 1000 രൂപ, ഇതെല്ലാം നമ്മൾ നേരത്തെ കേട്ടതാണ്. അത് ഇന്ദിരാ ഗ്യാരണ്ടി 5 പദ്ധതികളുടെ രൂപത്തിൽ അത് നയപ്രഖ്യാപനത്തിലും ആവർത്തിക്കപ്പെട്ടു. ഒന്നങ്ങനെ. 2, ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം, ED എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്, അത് മാതൃഭൂമി മുൻ പേജിൽ തലക്കെട്ടാക്കുന്നു. ED എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. വീണയുടെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചു. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പിൽ, അതായത് ED അടക്കമുള്ള ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണങ്ങളാക്കുന്നു എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നയവും സംസ്ഥാന നേതൃത്വം ഇന്നലെ എന്തു വന്നാലും ഈ ഒരു നടപടിയിൽ, ED നടപടിയിൽ എതിർപ്പ് പറയാനില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഇന്നലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. കരയണോ ചിരിക്കണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചതും മുൻപേജിൽ തന്നെ ഒരു ടിൻഡിൽ ആയിട്ടുണ്ട്. ആദ്യമായാണ് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്നത്. കണ്ട ഉടനെ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് മോദിയോട് ചോദിച്ചെന്നും ഉടൻ അദ്ദേഹം ഫോൺ എടുത്ത് നിർദ്ദേശം നൽകിയെന്നും പറയുകയാണ്. ഇത് കേട്ട് ഞാൻ ചിരിക്കണോ കരയണോ? ഇന്നലെ വൈറലായ ആ ബൈറ്റ്, അതിൻ്റെ വെർബാറ്റം അതേപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ് മാതൃഭൂമി. മുൻമന്ത്രി TU കുരുവിള അന്തരിച്ച വാർത്ത ഇന്നലെ രാത്രി വൈകി വന്ന വാർത്തയാണ്. അത് മുൻപേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായ ചേലാട് തോമ്പ്രയിൽ TU കുരുവിള അന്തരിച്ചു. ശ്വാസകോശാണുബാധയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചെറു പ്രൊഫൈൽ, ഒപ്പം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. KP ദിനപാലൻ അന്തരിച്ച വാർത്ത പത്രങ്ങളിൽ വന്നിട്ടില്ല. അതിനുശേഷം വന്ന വാർത്തയായിരുന്നു ഇത്. 6ാമത്തെ പേജിലേക്ക് വന്നാൽ BJP ദേശീയ ഭാരവാഹി പട്ടികയിൽ കൂടുതൽ കേരള നേതാക്കൾ ഉണ്ടാകാൻ സാധ്യതയെന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. BJPയുടെ പുതിയ ദേശീയ ഭാരവാഹികളെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിതിൻ നബിൻ ജൂൺ പകുതിയോടെ പ്രഖ്യാപിക്കും. കേരളത്തിൽ നിന്ന് K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഉണ്ടാകുമെന്നാണ് മാതൃഭൂമി അറിയുന്നത്, പ്രവചിക്കുന്നത്. AP അബ്ദുള്ളക്കുട്ടി, അനിൽ ആൻ്റണി എന്നിവരാണ് നിലവിൽ കേരളത്തിൽ നിന്നുള്ള ദേശീയ ഭാരവാഹികളെന്ന് നമുക്ക് അറിയാം. അങ്ങനെ പോകുന്നു മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇനി മനോരമയിലേക്ക് വരികയാണെങ്കിൽ, മനോരമയും ഈ നയപ്രഖ്യാപനത്തെ കാണുന്നത് സ്ത്രീപക്ഷം എന്ന ഒറ്റ വാക്ക് തലക്കെട്ടുമായിട്ടാണ്. വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും പുതുവാഗ്ദാനങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം നേരത്തെ പറഞ്ഞ പ്രസവാവധി, അസംഘടിത മേഖലയിൽ 6 മാസം ആർത്താവധി കുട്ടികൾക്ക്, അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധി, ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കും. നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സ്ഥലമെടുത്ത് സ്പേഷ്യസായി മനോരമ വീശി നൽകിയിട്ടുണ്ട്. TU കുരുവിള അന്തരിച്ച വാർത്തയും അതിനോടൊപ്പം തുല്യ പ്രാധാന്യത്തിൽ മുൻപേജിൽ തന്നെ മനോരമ നൽകിയിരിക്കുന്നു. കോതമംഗലത്തിൻ്റെ കുരുളാൻ ചേട്ടൻ എന്നാണ് TU കുരുവിളയെക്കുറിച്ചുള്ള സ്പെഷ്യൽ റിപ്പോർട്ട്. ആദ്യമായി MLA ആയത് 69ാം വയസ്സിൽ എന്നൊരു പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. അപ്രതീക്ഷിതമായി മന്ത്രിപദം അദ്ദേഹത്തിലേക്ക് കൈവന്ന സാഹചര്യവും നമുക്കറിയാം. സൗമ്യമായി പെരുമാറുന്ന, ബഹളങ്ങളില്ലാതെ വാക്കുകൾ ചുരുക്കി സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ, ബിസിനസ്സുകാരനെ, കർഷകനെ കോതമംഗലത്തുകാർ സ്നേഹപൂർവ്വം കുരുളാൻ ചേട്ടൻ എന്ന് വിളിച്ചു. പ്രതിസന്ധിയുടെ കാലത്തെ മന്ത്രിയായിരുന്നു അദ്ദേഹം. PJ ജോസഫിൻ്റെ വിശ്വസ്തനായിരിക്കുമ്പോഴും കുരുള അധികാര രാഷ്ട്രീയത്തിൽ അതിമോഹങ്ങൾ വച്ചു പുലർത്തിയില്ല. ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാംഗവുമായിരുന്നു. പിന്നെ വിവാദമായ PJ ജോസഫ് ഉൾപ്പെട്ട ഒരു കേസ് വരുന്നുണ്ടല്ലോ, അതിന് പിന്നാലെ PJ ജോസഫ് രാജിവെക്കുന്ന സമയത്താണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. പിന്നെ അതിനുശേഷം വന്ന രാജകുമാരി ഭൂമി ഇടപാട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. 7ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ SFIOയുടെ കണ്ടെത്തൽ 182 കോടിയുടെ ക്രമക്കേട് CMRL 15 വർഷത്തിനിടെ നടന്നുവെന്ന് ED വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നതായി ഈ അടുത്ത
ദിവസങ്ങളിൽ ഇ ഡി പുറത്തേക്ക് കൊടുക്കുന്ന വാർത്തകളിലൊന്ന് ശശിധരൻ കർത്തയ്ക്കും മകനും 2015-23 ശമ്പള ഇനത്തിൽ മാത്രം 30,063 കോടി രൂപ അവർ എഴുതിയെടുത്തു എന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരിന് കീഴിലെ KSIDCക്ക് കൂടി ഓഹരി പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ 182 കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുമായുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിനൊപ്പം എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഈ പരാമർശം എന്ന് മനോരമ പറയുന്നു. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ഈ നയപ്രഖ്യാപനത്തെ നഖശികാന്തം എതിർക്കുകയാണ്, വിമർശിക്കുകയാണ് ദേശാഭിമാനി. വികസനത്തിന് തുടർച്ചയില്ല, അഭിമാന പദ്ധതികളിൽ മൗനം, കേന്ദ്ര നയങ്ങൾക്കെതിരെ ഒരു വാക്കുമില്ല, സഭാ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം, ആരോഗ്യവും പൊതുമരാമത്തും ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. പ്രസംഗം പൂർണ്ണമായി വായിച്ചു ഗവർണർ. നേരത്തെ പൂർണ്ണമായി വായിക്കാതിരുന്നതും പിന്നെ അത് സഭാരേഖയാക്കി മുഖ്യമന്ത്രി മേശപ്പുറത്ത് വെച്ചതുമൊക്കെ ഇടതുകാലത്ത് നമ്മൾ കണ്ടതാണ്. നയരാഹിത്യം പ്രകടമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാർത്തയും അതോടൊപ്പം പ്രത്യേകമായി ദേശാഭിമാനി നൽകുന്നു. ED നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു എന്നാണ് 5-ാം പേജിൽ മറ്റൊരു വാർത്ത നൽകിയിരിക്കുന്നത്. സതീശൻ്റെ വാദം വസ്തുതാവിരുദ്ധം. അതായത് ED റെയ്ഡിന് വരുന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് മേധാവി പ്രതിദിന റിപ്പോർട്ട് നൽകുന്നത് മുഖ്യമന്ത്രിക്കാണ്. എന്നാൽ ആഭ്യന്തരമന്ത്രിയെ പോലും അറിയിക്കാതെ ഈ വിവരം മൂടിവെച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് ദേശാഭിമാനി ആരോപിക്കുന്നു. EDയെ VD സതീശൻ ഇന്നലെ ആ നടപടികളെ സാങ്കേതികമായി പിന്തുണച്ചതും വളരെ പ്രാധാന്യത്തോടെ ദേശാഭിമാനി നൽകുന്നുണ്ട്. പ്രതിഷേധവുമായി ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ വാർത്ത. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിലും CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ഡൽഹി പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രംഗത്ത്. ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഗ്രീസ്, മെക്സിക്കോയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് തുർക്കി, പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മസ്ദൂർ കിസാൻ പാർട്ടി, പാകിസ്ഥാൻ ശ്രീലങ്കൻ അവിടെ വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇവരൊക്കെ കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഐക്യദാർഢ്യ കത്തുകൾ. അതിനെക്കുറിച്ച് ദേശാഭിമാനി വിശദമായി പറയുന്നു. വീക്ഷണം പരമാവധി പ്രകീർത്തിക്കുകയാണ് ഇന്നലത്തെ നയപ്രഖ്യാപനത്തെ. വരവായി സ്വപ്ന കേരളം എന്നാവേശപ്പെടുന്നു വീക്ഷണം. പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാൻ ചരിത്ര പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞ് ബുള്ളറ്റ് പോയിന്റ് ഇട്ട് എണ്ണി പറയുകയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, സൗജന്യ യാത്ര, ഇതൊക്കെ നമ്മൾ നേരത്തെ ഈ പ്രകടന പത്രിക സമയത്തും കണ്ടതാണ്. അതൊരിക്കൽ കൂടി വീക്ഷണം എണ്ണി പറയുന്നു. അതിനൊപ്പം തന്നെ വീണയ്ക്ക് വിലങ്ങിടാൻ ED എന്ന് കടത്തി പറയുകയും ചെയ്യുന്നു വീക്ഷണം. പര്യാപ്തമായ തെളിവുകൾ ലഭിച്ചെന്ന് ED നോട്ടീസ് അയക്കും. പിണറായി വിജയൻ്റെ മകൾ വീണ T ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ആവശ്യത്തിന് തെളിവുകൾ ശേഖരിച്ചതായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വൃത്തങ്ങൾ. കൊച്ചിൻ മെറൽ ആൻഡ് റോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും വീണ വിജയൻ്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് പണം വന്നു എന്ന് തുടങ്ങിയിട്ടാണ് അത് തെളിവുകൾ ലഭിച്ചു എന്ന് ED വൃത്തങ്ങൾ വീക്ഷണത്തോട് സ്ഥിരീകരിച്ചു എന്നാണ് അവരുടെ വാർത്ത. ചന്ദ്രികയും ഇതേപോലെ തന്നെ. ഒപ്പം വീക്ഷണത്തിൻ്റെ ഉൾപേജിൽ 2 പേജ് നിറച്ച് നയപ്രഖ്യാപനത്തിൻ്റെ വീശി 2 ബ്ലീഡ് ചെയ്ത തലക്കെട്ടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പേജുകളിലായിട്ടുള്ള തലക്കെട്ടൊക്കെയായി. ചന്ദ്രികയിൽ വികസന ക്ഷേമ നയം എന്ന വൻ തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി പൂർണ്ണമായി നടപ്പാക്കും, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അർത്ഥവധി. ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഏതാണ്ട് വീക്ഷണത്തിൻ്റെ അതേ ലേഔട്ടിലും മാതൃകയിലും ചന്ദ്രികയും ഈ വാർത്ത എണ്ണി പറഞ്ഞിരിക്കുന്നു. ഒപ്പം എല്ലാ പത്രത്തിലുമുള്ള വാർത്തയാണ് അബ്ദുൾ റഹീം നാടണഞ്ഞ വാർത്ത. തൂക്കുകയറും കൽത്തുറുങ്കും പ്രാർത്ഥനകളിൽ വഴിമാറി ഉമ്മാൻ്റെ മടിത്തട്ടിൽ ജയിൽ മോചിതനായി പെരുന്നാൾ ദിനത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയ അബ്ദുൾ റഹീമിന് ഉമ്മ ഫാത്തിമ സ്നേഹത്തിൻ്റെ ചോറ് വാരിക്കൊടുക്കുന്നു എന്നൊരു വാർത്താ ചിത്രവും അതിലുണ്ട്. ഈ വാർത്ത എല്ലാത്തിലുമുണ്ട്. അത് ചന്ദ്രികയിൽ മുൻപേജിൽ വന്നു. ഒരുപാട് പത്രങ്ങളിൽ ആ വാർത്ത മുൻപേജിൽ തന്നെയുണ്ട്. ജനയുഗത്തിൽ മുൻപേജിൽ ജയിൽ മോചിതനായ അബ്ദുൾ റഹീം വീട്ടിലെത്തി താണ്ടിയത് ദുരിതപർവ്വങ്ങളുടെ 2 പതിറ്റാണ്ട്. അപ്പോൾ ജനയുഗത്തിൻ്റെ ഈ നയപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വിമർശനം കേന്ദ്രദാസ്യ വിളംബരം എന്നാണ്. മോദി സർക്കാരിൻ്റെ ബ്ലൂ എക്കണോമിക്ക് വഴിയൊരുക്കുന്നു, കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിൽ മൗനം, ഭൂപരിഷ്കരണം അട്ടിമറിക്കുമെന്ന് സൂചന, വന്ദേ മാതരത്തോടെ സഭാ സമ്മേളനത്തിന് തുടക്കം, കേന്ദ്ര സർക്കാരിനെ തലോടുന്ന നയമെന്ന ബിനോയ് വിശ്വം വിമർശിക്കുന്ന വാർത്തയും ജനയുഗം മുമ്പിൽ നൽകുന്നു. ഇനി BJPയുടെ ജന്മഭൂമി എടുക്കുകയാണെങ്കിൽ UDF പ്രകടന പത്രിക നയപ്രഖ്യാപനമാക്കി മാറ്റുകയായിരുന്നു എന്ന് പറയുന്നു. ആർലേക്കറെ സണ്ണി ജോസഫും CM-ഉം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ചേർന്ന് സ്വീകരിക്കുന്ന ചിത്രം അവർ മുൻപേജിൽ നൽകിയിട്ടുണ്ട്. അവരുടെ പ്രധാന വാർത്ത വീണയ്ക്ക് കുരുക്കുമുറുകുന്നു എന്നാണ്. കുരുക്കുമുറുകുന്നു എന്ന ആ പഴയ ടെംപ്ലേറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം മുൻപേജിൽ കാണുകയാണ് വീണ്ടും. വിദേശ അക്കൗണ്ടുകളെക്കുറിച്ച് വിവരം, നിർണായക തെളിവുകൾ ലഭിച്ചു, വീണയെ സമൻസ് നൽകി വിളിപ്പിക്കും എന്നൊക്കെ ജന്മഭൂമിയും പറയുന്നു. മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള പത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യകക്ഷി പോലെ പ്രവർത്തിക്കുന്ന കക്ഷിയുമാണെന്ന് നമുക്കറിയാം. ഏതാണ്ട് ചന്ദ്രികയും വീക്ഷണവും പെരുമാറിയ അതേ സ്വഭാവത്തിലാണ് അവർ ഈ നയപ്രഖ്യാപന വാർത്തയെ വീശി നൽകിയിരിക്കുന്നത്. പുതുനയം എന്ന ഒറ്റ വാക്കിലാണ് വിശാലമായ മുൻപേജിൽ പരമാവധി സ്പേസ് നൽകിയിരിക്കുന്നത്. ചന്ദ്രികയിലും വീക്ഷണത്തിലും
പത്രത്തിലും ഉള്ളതുപോലെ തന്നെ നടുപേജിൽ നയം വ്യക്തം ലക്ഷ്യം മാറ്റം എന്ന് ഈ നയപ്രഖ്യാപനത്തിൻ്റെ ഓരോ വിശദാംശങ്ങളും മാധ്യമം നൽകിയിരിക്കുന്നു. കേരള കൗമുദി ഒന്നാം വാർത്തയായി കൊടുത്തിരിക്കുന്നത് മാസപ്പടി വീണയെ ED വരുത്തും എന്ന വാർത്തയാണ്. തുടർ നടപടികൾ ഹൈക്കോടതി നിലപാട് അറിഞ്ഞതിന് ശേഷം നേരത്തെ സതീശൻ പറഞ്ഞു അത് കേട്ട് ഞാൻ ചിരിക്കണോ കരയണോ ആ വാക്കുകൾ ഉണ്ട്. ഒപ്പം ED എന്നോടൊന്നും ചോദിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. സിറാജിൻ്റെ തലക്കെട്ടിതാണ് സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിച്ച നയപ്രഖ്യാപനം പുതുയുഗ കേരളം എന്ന് പറയുന്നു സിറാജ്. സുപ്രഭാതത്തിലേക്ക് വന്നാൽ ഇത് തന്നെയാണ് സുപ്രഭാതവും പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. പുതുനയം എന്ന ഒറ്റ വാക്കിലാണ് സുപ്രഭാതത്തിൻ്റെ തലക്കെട്ട്. ഉമ്മക്കരികിലെത്തി റഹീം ഇനി പുതുജീവിതത്തിലേക്ക് എന്നത് അതിന് മുകളിലായി പ്രാധാന്യത്തോടെ തന്നെ സുപ്രഭാതം നൽകിയിട്ടുണ്ട്. മംഗളം മുറിവേറ്റ ED പിടിമുറുക്കുന്നു എന്ന വ്യത്യസ്തമായ തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. CMRL വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ED റെയ്ഡിൽ സർക്കാരിന് പങ്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ED എന്നോടൊന്നും ചോദിച്ചില്ല എന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന അതും ഒപ്പം റഹീമിൻ്റെ ചിത്രം മുൻപേജിൽ തന്നെ മംഗളവും നൽകിയിട്ടുണ്ട്. ദീപികയിൽ നയം വ്യക്തം എന്നാണ് തലക്കെട്ട്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന, കർഷകർക്ക് ഉപാധിരഹിത പട്ടയം എന്നിവയടക്കം എണ്ണി പറയുന്നു. TU കുരുവിള അന്തരിച്ച വാർത്തയും റഹീം തിരിച്ചെത്തിയ വാർത്തയും പ്രാധാന്യത്തോടെ ദീപികയും മുൻപേജിൽ നൽകിയിരിക്കുന്നു. ഹർഷൻ.